ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം കാണിച്ചു തരാം. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. മനസ്സിലായോ? എന്തേ ഒന്ന് മിണ്ടാതെക്കോ. സ്നേഹം കോപ്പ്. നമുക്കൊരു രക്ഷകനുണ്ട്, യേശുണ്ട്. ജീസസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു ഫോട്ടോയിലുള്ള ജീസസ് എന്ത് ഭംഗിയാ കാണാൻ. നോക്കണ്ട, ഇവിടെ നടക്കുന്നത് വല്ലതും അറിയണ്ടോ? ഇക്കൊക്കെ ജീസസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അല്ല, മനസ്സിലായില്ല. എന്ത് തന്നെയായാലും ജീസസ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക്. എന്താ എന്റെ ഉദ്ദേശം? സംശയം, എനിക്ക് ജീസസിനെ വലിയ ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രണയമാണ്. മനസ്സിലായോ? എനിക്കൊരു പ്രണയമാണ്. മനസ്സിലായോ? ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പ്രണയമാണ് എന്നെ സത്യം പറയാം. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ, അങ്ങോട്ട് കൂടി. ജീസസിനെ പോലത്തെ ഒരാളെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് തോന്നും ഞാൻ കളിയാക്കുവാണ്. ഒന്നുമല്ല, എന്റെ മനസ്സിലുള്ളതാ പറഞ്ഞത്. എനിക്ക് അത്ര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, കണ്ണില്ല, മൂക്കില്ല, പല്ലില്ല, കൈയില്ല, കാലില്ല. പക്ഷേ താങ്കൾ ഒരിക്കലെങ്കിലും യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? താങ്കൾ ദൈവപുത്രനായിട്ട് അംഗീകരിക്കുകയാണ്. ദൈവത്തിനേക്കാളും ഞാൻ സ്ഥാനം കൊടുക്കുന്നു. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ച ദൈവത്തിന്റെ പുത്രനാവാന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഭാഗ്യം എന്താന്നുള്ളത്. ഞങ്ങൾ ദൈവപുത്രന്മാരാണല്ലോ. ആരുടെ നിന്നാണ് മനുഷ്യരൂപം സ്വീകരിച്ചത്? മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. പിതാവായ ദൈവത്തിൽ നിന്നും പിതാവായ ദൈവത്തിൽ നിന്ന് വന്നതെന്ന് പറയുമ്പോ അത് ദൈവമല്ലേ? എന്റെ മകനാണ്. ക്രിസ്തു എന്താണെന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ക്രിസ്തു ദൈവമായിട്ട് താങ്കൾ അംഗീകരിച്ചിട്ടുണ്ടോ? അദ്ദേഹം ദൈവം മാത്രമല്ല, എനിക്ക് എല്ലാമാണെന്ന് ഞാൻ പറയില്ലേ. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ വിവാഹം കഴിക്കണമെന്ന് താങ്കൾ ഉദ്ദേശിച്ചിട്ട് എന്റെ ചേതോ വികാരം എന്താണ്? ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ കരുണയാണ്. അങ്ങനെയുള്ള ഒരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാല് അത് താങ്കൾക്ക് അംഗീകരിക്കാൻ പറ്റുമെന്നുള്ളത് ഏത് ലോജിക്കാണ് എനിക്ക് മനസ്സിലാവുന്നത്? ഞാനത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അടികൊണ്ടത് എനിക്കല്ലേ, പാക്കരെന്തിനാ കരയണേ? ടേക്ക് ഇറ്റ് ഈസി. എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. അപ്പൊ യു ആർ ജസ്റ്റ് ഇൻസൾട്ടിങ്. ആം ഐ റൈറ്റ്? എന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും വിവരമൊക്കെ നിനക്ക് വച്ചു അല്ലേ? സത്യസന്ധമായ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. ദൈവപുത്രനെ വിവാഹം കഴിക്കണം എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഒരു അവഹേളനമായിട്ട് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അപ്പൊ ശരി.